മാറ്റി. ഇന്നലെ രാത്രിയിൽ ഞാൻ അനുമോളെ സ്വപ്നം കണ്ടു. ശശോ, എന്നിട്ട് സ്വപ്നത്തിലൊന്ന് അനുമോള് എന്ന് പറഞ്ഞിങ്ങനെ കരയുക. എന്നാലും ദൂരദർശൻ ഡയറക്ടർ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയാണോ? പോവാൻ പറ, അനുമോളേക്കാൾ വലുതാണോ ദൂരദർശൻ? വേണ്ട ജോസൂട്ടി, നീ ചെല്ല്. ഒന്നാമത് വണ്ടിക്കകത്ത് സ്ഥലമില്ല, മുഴുവൻ ലഗേജാ. അത് സാരമില്ല, ബോണറ്റും ഇരുന്നെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അനുമോളെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ അവിടെ പോവാ. മടക്ക അതോടല്ലോ. പിന്നെ ശരി ശരി. ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇപ്പൊ തിരിച്ചു കയറാനൊന്നും നിക്കണ്ടെന്ന്. അവിടെ കിടന്ന് അടിക്കട്ടെ. അവിടെ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. സാർ, ഇനി ഫോൺ ഫാൾട്ട് ആയിരിക്കും. താൻ ഒരു കാര്യം ചെയ്യ്, നേരെ സണ്ണിയുടെ വീട്ടിലേക്ക് നിന്ന് ജാഫർ ജയിൽ ചാടി വിവരം അറിയിക്കും. യെസ് സാർ. അയാളെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ടാണല്ലോ അവൻ ജയിലിലേക്ക് പോയത്. ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ പറ. ശരി സാർ. അല്ല, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പിന്നെ അവര് വന്നാൽ ഉടനെ പുറപ്പെടണ്ടേ? എന്താ ജോസൂട്ടി? അല്ല, അത് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തരം വിങ്ങലാണെന്ന് ആരോ പണ്ട് എഴുതിയിട്ടുണ്ടേ. ആരും ഒന്നുമല്ല, എംടി എഴുതിയതാ.
അതെ അതെ, കറക്റ്റ് കറക്റ്റ്. എന്റെ മനസ്സിലും അതിങ്ങനെ വിങ്ങി പൊട്ടാറായി നിൽക്കുക. സോണിയോട് ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അയ്യോ, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനെങ്കിലും ജോസുട്ടി കാര്യം പറ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഓ, അതൊന്നും സാരില്ലെന്നേ. എവിടെ വേണമെങ്കിലും തുടങ്ങിക്കോ. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. പറയാല്ലേ, ഈ ഊട്ടിയുടെ തണുത്തുറഞ്ഞ അറ്റ്മോസ്ഫിയറിലെങ്കിലും ഞാൻ സോണിയോട് എന്റെ മനസ്സിൽ കത്തിക്കാളുന്ന തീയെ അയ്യോ, എന്റെ പൊന്ന് പ്രേംകാന്തി, ചതിക്കല്ലേ. സാഹിത്യം ഒന്നും വേണ്ട. ഉള്ള കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് തുറന്നു പറ. മറ്റൊന്നുമല്ല, എനിക്ക് സോണിയോളം വിദ്യാഭ്യാസമില്ല. എങ്കിലും എന്നെങ്കിലും ഒരു വലിയ ഫിലിം ഡയറക്ടർ ആവണമെന്ന എന്റെ ആഗ്രഹം. ജസ്റ്റ് ലൈക്ക് ബെർലുച്ചി, കൊറസോവ, ബർഗ്മാൻ. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സോണി കൂടി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണിരത്നം സുഹാസിനി ടീം പോലെ ഒരുമിച്ച് മുന്നോട്ടങ്ങോട്ട് നീങ്ങായിരുന്നു. ഇതെന്റെ മനസ്സിന്റെ അത്യാഗ്രഹമാവാം. എങ്കിലും ഞാൻ തുറന്നു പറയാ, സോണിയെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, മറ്റെന്തിനേക്കാളും. ജോസൂട്ടിയുടെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയോ? കർത്താവേ, സോറി, എന്റെ സോറി, ഐ ലവ് യു. I love you. സോറി, ഐ ലവ് യു. ഐ ലവ് യു ടു മച്ച്, ടു മച്ച്. താനെന്തിനാ എന്നെ കയറി പിടിച്ച്? അറിവ് കേട്ടുമുണ്ട് പോയാ പൈത്യക്കാര. എന്താ ജോസൂട്ടി എന്താ പറയാൻ വന്നത്? പറയാൻ വന്നതൊക്കെ ഈ പാണ്ടി കൊണ്ടുപോയി. പിന്നെ പറയാം. എന്താ ഭർത്താവേ, ഇന്നത്തെ ഡേ ശരിയല്ല. എന്താ ആൻസി ഇത്? ഇതാണ് നിന്നെ കൊണ്ട് ഞാൻ മോളെ കാണാൻ എപ്പോഴും വരാത്തത്. അനുമോളുടെ വിഷമം സണ്ണിയും കണ്ടതല്ലേ. എനിക്ക് മോളെ പിരിഞ്ഞ് നിൽക്കാൻ വയ്യ. അവളെ നാട്ടിൽ നിർത്തി പഠിപ്പിച്ചാൽ മതിയായിരുന്നു. നീ ഇങ്ങനെ തൊട്ടാവാടിയായാലും എങ്ങനെയാ? ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഒരു പ്രായം വരെയെങ്കിലും കുട്ടികൾ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചാലേ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഓ പിന്നെ ഒരു ഡിസിപ്ലിൻ. ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കേണ്ട പെമ്പിളെ. പിന്നതേ 5-6 ദിവസമായിട്ട് കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് കേട്ടോ. ഇവിടെ നീങ്ങുന്നേ ഒന്ന് ചുമ്മാ അതിരി സണ്ണി. ഡ്രൈവ് ചെയ്യുമ്പോഴാണോ ഇതൊക്കെ? അതെ, ഡ്രൈവ് ചെയ്യുമ്പോഴല്ലേ എന്റെ സുഖം. ഷീ ഈസ് ഓൾ റൈറ്റ്. മെന്റൽ ഷോക്ക് കൊണ്ടുള്ള ഗിഡിനെസ് ആണ്. ഫോർ സേഫ്റ്റി സേക്ക് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാം. പേടിക്കാനൊന്നുമില്ല. ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്കിൽ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ട്. അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയേനെ. ചിലപ്പോൾ 2 കാലുകളും തളർന്നു പോയെന്നും വരും. ഏതായാലും 3-4 മാസമെങ്കിലും പൂർണ്ണമായ ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സെക്സ്വൽ റിലേഷൻസ് തീരെ ഒഴിവാക്കണം. എന്താ ചേച്ചി ഇത്? ഇത് കൂടാൻ കഴിച്ചേ? മതി, വായിക്ക് ഒരു രുചിയും തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ മോളെ? ആന്റിബയോട്ടിക് കഴിക്കുന്നല്ലേ, ഭക്ഷണം കഴിക്കാൻ ക്ഷീണം കൂടത്തേ ഉള്ളൂ. എത്ര പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവത്തില്ല അപ്പച്ച. കൊച്ചു കുട്ടികളെ പോലെ വാശിയാ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയോ? ഇത്രയെങ്കിലും. ആ സോണി, നീ കുറച്ച് ദിവസത്തേക്ക് കൂടി ഇവിടെ തന്നെ നിൽക്ക്. 1-2 മാസമെങ്കിലും വളരെ ശ്രദ്ധിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അവൾക്ക് എക്സാം എടുത്ത് വരികയല്ലേ അപ്പച്ച? അതിനെന്താ, പഠിത്തം ഇവിടെ ഒന്നും ആകാമല്ലോ. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്?
സണ്ണിക്ക് നിന്നെ നോക്കി എപ്പോഴും ഇടവന്നിരിക്കാൻ പറ്റുമോ? എന്തിന്? ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണ്ട അവസ്ഥയല്ലേ ഇപ്പോ? കൈ കിട്ടിയതായിരുന്നു. നൂലിയുടെ വ്യത്യാസത്തിലാണ് അവൻ രക്ഷപ്പെട്ടത്. അധികം താമസിയാതെ അവൻ ഞങ്ങളുടെ വലയിൽ തന്നെ വന്ന് വീഴും. അതായത് വെടി വെച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ പുലി അങ്ങ് വന്ന് വീഴേണ്ട താമസമേ ഉള്ളൂ അല്ലേ? എടോ പോലീസിനെ അങ്ങനെ അങ്ങ് ഊതാതെ. പിന്നെ ഈ ജാഫറും അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഓ, അങ്ങനെ ഇപ്പൊ പേടിക്കാൻ പോയ ഈ കോട്ടൂരി കളഞ്ഞ വല്ല സെമിനാരിയിലും പോയി ചേരേണ്ടി വരും. എന്തായാലും തനിക്കിപ്പോ പ്രൊട്ടക്ഷൻ തരേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. ഐ മീൻ 2 കോൺസ്റ്റബിൾസിനെ തന്റെ വീട്ടിൽ ഡ്യൂട്ടിക്കിടാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ വീടെന്താ മന്ത്രി മന്ദിരോ? സണ്ണി, പോലീസുകാരെ അവിടെ ഇട്ടാൽ തന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, താൻ സർക്കാരിന് വേണ്ടപ്പെട്ട ആളായി പോയില്ലേ? അതൊക്കെ ശരിയാ, എന്നാലും എന്നെ കൊണ്ട് മേല. ഇങ്ങനെയായാലും എങ്ങനെ എന്റെ ആൻസി? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് വല്ല മഹാസംഭവം മറ്റോ ആണോ? ചേർത്തി ധൈര്യമായിട്ടിരിക്കെ, ബാക്കി നിങ്ങൾ ഏറ്റന്നേ. എന്നെ കൊണ്ട് മേലാന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും കൂടെ കേട്ടതല്ലേ? എപ്പോഴും ഇങ്ങനെ കിടക്കെ തന്നെ കിടന്ന എന്തോ ഒരു മൊണോട്ടണസാ. പിന്നെ നീ വെറുതെ ഓരോ നാലോചൂടി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കും. നിന്റെ മെന്റൽ കണ്ടീഷൻ എനിക്കറിഞ്ഞൂടെ. ഇതേലാകുമ്പോ ഒന്നും ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാലോ. അത് ഞാൻ പിടിച്ചു നടന്നോളാം. എന്നാൽ ഇതേ കയറാൻ മേല. അയ്യേ എന്റെ ചേർത്തി, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് മനുഷ്യനെ പിടിച്ചു തിന്നുന്ന എന്തോന്നുമല്ല. ഇറ്റ്സ് എ വെരി ഓർഡിനറി വീൽ ചെയർ, യു നോ. ലുക്ക്, ഐ എം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് പ്ലീസ്. ഇപ്പൊ ചേർത്തി ഞാൻ അസുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ചേർത്തി ഈ 2 കൈകൾ ഇതിലിങ്ങനെ കുത്തിയിട്ട് ബാക്ക് എടുത്ത് മെല്ലെ ഇതിൽ വെച്ചിട്ട്
സണ്ണി, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഡോക്ടർമാർ അങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിക്കും. ഇപ്പൊ നിനക്ക് ഒരു പ്രോബ്ലംസും ഇല്ലല്ലോ. പ്ലീസ് സണ്ണി, ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയി സഹിക്കേണ്ടത് ഞാനാ. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നീ വന്നേ. വിട്. സണ്ണിക്ക് സണ്ണിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല.